അസ്സലാമലൈക്കും. ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പ്രശ്നങ്ങളിൽ ഉൾത്തിരിക്കുകയാണ് നമ്മൾ. കണ്ടില്ലേ? മനോരമ ന്യൂസിൽ അവർ കൊടുത്തത് നമ്മളെപ്പോലത്തെ ഉമറാക്കൾ എന്തു ചെയ്യും? നമുക്ക് ചിന്തിക്കാൻ ഒന്നേ ഉള്ളൂ. സമസ്ത മുഷാവറ എന്താ പറയുന്നത്, അതായിട്ട് മുന്നോട്ട് പോവുക. അതാണ് സത്യത്തിൻ്റെ പാത. വേറെ അങ്ങോട്ടോ ചിന്തിക്കേണ്ട ആവശ്യം നമുക്കില്ല. ചിലപ്പം പല രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഇല്ലാതെ വരും. ഭൗതികമായ നേട്ടങ്ങളൊന്നും ഇല്ലാതെ വരും. ചിലപ്പോൾ കുറേ കാലം സമൂഹത്തിൽ ഒറ്റപ്പെടുക തന്നെ ചെയ്യും. എന്നാലും സത്യം വിജയിക്കും. ചിലപ്പം കുറച്ച് താമസം ഉണ്ടാവും സത്യം വിജയിക്കാൻ. ഇത് എന്തായാലും നമ്മുടെ മഹത്തുക്കൾ പടുത്തുയർത്തിയ പ്രസ്ഥാനമാണല്ലോ. നമുക്ക് വേറെ ഒന്നും, എന്നെപ്പോലെ വിജ്ഞാനമില്ലാത്ത ആളുകൾക്ക് വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദിവസവും 5 നേരം ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തല്ലദീന അൻഅംത അലൈഹിം, ഈ അനുഗ്രഹിച്ചവരുടെ പാത, അത് എല്ലാവർക്കും അറിയാമല്ലോ. ആ പാതയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ നമ്മുടെ സമസ്തയിൽ ഹമീദ് വൈസി അമ്പലക്കടവിൻ്റെ നേതൃത്വത്തിൽ ഉള്ളവരെന്ത് പറയുന്നു അത് കേട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മളെ മനസ്സ് ചാടിപ്പോകരുത്. വേറെ ഒരു ഭൗതിക നേട്ടത്തിനല്ല നമ്മളാരും ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതും സമസ്തയിൽ പ്രവർത്തിക്കുന്നതും എന്നല്ല, എല്ലാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതും എല്ലാം അള്ളാഹുവിൽ ഭാരം ഏൽപ്പിച്ചു ആണ്. ഒരു പ്രതിഫലം, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് മാത്രമാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോവുക. എന്തായാലും ഈ ഭാഗീയത പെട്ടെന്ന് അവസാനിക്കട്ടെ. ഭയമാരി നമുക്ക് ഒരു കുടക്കീയിൽ പോവാൻ സർവശക്തൻ തൗഫീക്ക് നൽകട്ടെ. നിങ്ങളെല്ലാവരും എന്നെ ഈ പ്രാർത്ഥനയിൽ, നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിപ്പിക്കുക. എങ്ങനെ പോയാൽ നമുക്ക് ഒരു സ്റ്റാൻഡും ഉണ്ടാവില്ല. അതുകൊണ്ട് പെട്ടെന്ന് പ്രശ്നം സോൾവ് ചെയ്ത് ഭയമാരി തിരിച്ചു വരാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.